വഖഫ് ഭേദഗതി ബിൽ 2024 പിൻവലിച്ചില്ലെങ്കിൽ രാജ്യത്തുടനീളം ജനാധിപത്യപരവും സമാധാനപരവുമായ ഒരു ക്യാമ്പയിൻ നടത്തുമെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വക്താവ് സയ്യിദ് ഖാസിം റസൂൽ ഇല്യാംസ്. വഖഫ് ഭേദഗതി ബിൽ 2024 മാർച്ച് 17 ഡൽഹിയിലെ ജനതാ മന്ദിറിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പിന്തുണച്ച എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ഈ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നിരവധി എംപിമാരെയും ഈ പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. BJP എപ്പോഴും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ അവരുടെ സഖ്യകക്ഷികൾ ഈ തീരുമാനത്തിൽ BJP പിന്തുണയ്ക്കില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ഇല്യാസ് കൂട്ടിച്ചേർത്തു. വഖഫിന് പ്രത്യേക സംരക്ഷണമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഈ ബില്ലിലെ ഉപയോക്താവ് മുഖേനയുള്ള വഖഫ് എന്ന വകുപ്പ് പള്ളികൾ, ദർഗകൾ, ശ്മശാനങ്ങൾ തുടങ്ങിയ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഇവ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളായി ഉപയോഗിക്കുന്നു. ഇതുമൂലം രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ സ്വത്തുക്കളും ഇല്ലാതെയാകും. വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിനായി നടപ്പിലാക്കിയ 1995 വഖഫ് നിയമം ഇപ്പോൾ ദുരുപയോഗം, അഴിമതി, കയ്യേറ്റങ്ങളൊക്കെ കാരണം ദുരുപയോഗപ്പെടുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.